എല്ലാവർക്കും നമസ്കാരം. സ്പിരിച്വൽ വാർഫെയർ എന്നുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച് നിർത്തിയത് എഫേഷ്യൻസ് 6-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യമാണ് നമ്മൾ സംസാരിച്ചത്. നമ്മൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ എന്നുള്ളൊരു സബ്ജക്റ്റാണല്ലോ നമ്മൾ സംസാരിച്ചത്. അപ്പോൾ പൗലോസ്ലീഹ വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുകയാണ്, നമ്മൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, എന്ന് വെച്ചാൽ മനുഷ്യരോടല്ല നമ്മൾ യുദ്ധത്തിന് പോകേണ്ടത്. ആ മനുഷ്യരുടെ പിന്നിൽ വ്യാപരിക്കുന്ന ആ പൈശാചിക മണ്ഡലത്തെ കണ്ടുവേണം നമ്മൾ എന്ത് ചെയ്യുവാൻ, നമ്മുടെ യുദ്ധം ചെയ്യുവാൻ. അത് നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വ്യക്തികളോട് നമ്മൾക്കെതിരെ വരുന്ന വ്യക്തികളുണ്ടല്ലേ, വ്യക്തികൾ പല വിധത്തിൽ നമ്മൾക്കെതിരെ എഴുന്നേൽക്കും. അപ്പോൾ അവരോടൊക്കെ നമ്മൾ വാഗ്വാദം നടത്തിയിട്ടോ ഒന്നിനും നമ്മൾ ജയിക്കുവാൻ നമ്മൾക്ക് കഴിയത്തില്ല അല്ലേ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾക്കറിയാം, ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തിന് ആൾക്കാർ വെട്ടാനും കുത്താനും ഒക്കെയാണ് ഇറങ്ങുന്നത് അല്ലേ. ആ ഒരു കാലഘട്ടത്തിലേക്ക് ഇന്നത്തെ ലോകം മാറിയിരിക്കുകയാണ്. അപ്പോൾ അവരോട് നമ്മൾ വാക്കുകൾ കൊണ്ട് ഫൈറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മൾ എന്ത് ചെയ്യണം, ആ വ്യക്തികളുടെ പിന്നിൽ വ്യാപരിക്കുന്ന ആ ഒരു പൈശാചിക മണ്ഡലത്തോട്, അതാണ് അതിൻ്റെ അടിവേരിനെ നമ്മൾ എന്ത് ചെയ്യണം, തകർക്കണം. ആ പൈശാചിക മണ്ഡലം എന്ന അടിവേരിനെ നമ്മൾ തകർത്ത് കഴിയുമ്പോഴാണ് നമ്മൾക്ക് എന്ത് കിട്ടത്തുള്ളൂ, നമ്മൾക്ക് ജയം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് പൗലോസ്ലീഹ നമ്മുടെ എഫേഷ്യൻസിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. പലപ്പോഴും ജഡരക്തങ്ങളാണ് നമ്മൾക്കെതിരെ എഴുന്നേൽക്കുന്നത് അല്ലേ. ചിലപ്പോൾ നമ്മുടെ സ്വസ്ഥതയൊക്കെ എടുത്തു നമ്മളുടെ കുടുംബത്തിനകത്ത് തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ കുടുംബത്തിന് പുറത്ത് നമ്മുടെ ഓഫീസുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളുകളിലൊക്കെ എന്തുണ്ടാകും, ഈ വ്യക്തികൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, വ്യക്തികളുടെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയെ നമ്മൾ തിരിച്ചറിയുക. നമ്മൾ വ്യക്തികളോട് യുദ്ധത്തിന് പോയാൽ, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, വ്യക്തികളോട് യുദ്ധത്തിന് പോയാൽ എന്താണ്, അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇങ്ങനെ മാറി 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 വരും അല്ലേ. ഒരാൾ കഴിയുമ്പോൾ അടുത്തയാൾ എഴുന്നേൽക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയെ കണ്ടുകൊണ്ട് അതിൻ്റെ അടിവേരിനെ നമ്മൾ തകർക്കണം. അപ്പോൾ ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഒരാൾ നമ്മളോട് എപ്പോഴും നിരന്തരമായിട്ട് ഇങ്ങനെ ഒരു വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഓഫീസിലായാലും ചിലപ്പോൾ വീട്ടിലായാലും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിലായാലും എപ്പോഴും ഇങ്ങനെ എതിർത്ത് നിൽക്കുന്ന അല്ലേ, നമ്മളോട് എപ്പോഴും ഇങ്ങനെ വഴക്ക്, എന്ത് പറഞ്ഞാലും ഇങ്ങനെ വഴക്കാക്കുന്ന ഒരു വ്യക്തി ഉണ്ട് എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആ വ്യക്തിയോട് നമ്മൾ എന്തിനു പോകണ്ട, നമ്മൾ യുദ്ധത്തിന് പോകണ്ട. പകരം ആ വ്യക്തിയുടെ പിന്നിൽ വ്യാപരിക്കുന്ന കലഹത്തിൻ്റെ ദുരാത്മാവ് അല്ലെങ്കിൽ ആ കലക്കത്തിൻ്റെ ദുരാത്മാവ്, അതിനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുവാൻ. അപ്പോൾ നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം, ഈ വ്യക്തിയുടെ പിന്നിൽ എനിക്കെതിരെ വ്യാപരിക്കുന്ന ആ കലഹത്തിൻ്റെ ദുരാത്മാവിനെയാണ് ഞാൻ വെട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെതിരെ വേണം നമ്മൾ യുദ്ധം ചെയ്യാൻ. ആ കലഹത്തിൻ്റെ ദുരാത്മശക്തിയാകും അല്ലെങ്കിൽ ആ കലക്കത്തിൻ്റെ ദുരാത്മശക്തിയെ കണ്ടുകൊണ്ട് അതിനെതിരെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. നമ്മൾ കുറേ സ്പിരിറ്റുകളെ കുറിച്ച് സംസാരിച്ചു അല്ലേ, ഓരോന്നിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റ്. അപ്പോൾ ഇതും ഒരു സ്പിരിറ്റാണ്. എന്താണ്, കലക്കത്തിൻ്റെ സ്പിരിറ്റ് അല്ലെങ്കിൽ കലഹത്തിൻ്റെ സ്പിരിറ്റ്. ഓക്കെ, അപ്പോൾ ഇതിനെ കണ്ടുണർന്നുകൊണ്ട് നമ്മൾ ആ ഒരു സ്പിരിറ്റിനെ അഡ്രസ്സ് ചെയ്യണം. നമ്മൾ ചുമ്മാ ഏതെങ്കിലും ഈ വ്യക്തിയിലൂടെ എനിക്ക് കടന്നു വരുന്ന ആ ഒരു പോരെന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ അതിൻ്റെ പിന്നിലുള്ള സ്പിരിറ്റ് ഏതാണ്, കലക്കത്തിൻ്റെ സ്പിരിറ്റ്. അതുപോലെ നമ്മൾക്കറിയാം, ചിലപ്പോൾ ചില മറുതലിപ്പുകൾ അല്ലേ, ചിലപ്പോൾ അത് നമ്മളുടെ കുടുംബത്തിനകത്ത് നിന്നാകാം, പുറത്തു നിന്നാകാം, നമ്മളുടെ തലമുറകളിൽ നിന്നാകാം ഒക്കെ വരുന്ന മറുതലിപ്പുകളുണ്ട് അല്ലേ. അപ്പോൾ ഈ മറുതലിപ്പ് വരുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം, ആ മറുതലിപ്പിൻ്റെ സ്പിരിറ്റ് അല്ലേ, ആ ഒരു വ്യക്തികളുടെ പിന്നിൽ വ്യാപരിക്കുന്ന മറുതലിപ്പിൻ്റെ സ്പിരിറ്റ്. അപ്പോൾ നമ്മൾ ആ സ്പിരിറ്റിനെ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്ത് ചെയ്യണം, ആ സ്പിരിറ്റിനെ നമ്മൾ ഫോക്കസ് ചെയ്യണം. അതിനെ ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ അടിവേര് തകർന്നു കഴിയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, കലഹവുമായിട്ട് അല്ലെങ്കിൽ നമ്മളോട് മറുതലിപ്പുമായിട്ട് മറ്റൊരു വ്യക്തികൾ എഴുന്നേൽക്കാതെ വണ്ണം ഇരിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ വ്യക്തികളോട് യുദ്ധം ചെയ്യാൻ പോയാൽ വ്യക്തികൾ പലത് എഴുന്നേൽക്കും എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപതികൾ അല്ലേ. ഈ അന്ധകാര ലോകത്തിന് എന്തുണ്ട്, ചില അധിപതികളുണ്ട് അല്ലേ, അതിന് അധിപതികളായിട്ട് നിൽക്കുന്നവരുണ്ട് അല്ലേ. അപ്പോൾ ഈ അധിപതികൾ എന്ന് പറയുന്നത് ഈ പൈശാചിക മണ്ഡലമാണ്. ഓക്കെ, അപ്പോൾ അതിനോട് നമ്മൾ എന്ത് ചെയ്യണം, യുദ്ധം ചെയ്യണം. ഓക്കെ, പിന്നെ അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന. അപ്പോൾ ഈ സ്വർലോകങ്ങളിലും എന്തുണ്ട്, ദുഷ്ടാത്മസേനകൾ വ്യാപരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ദുഷ്ടാത്മസേനകളെ നമ്മൾ കണ്ടുണരണം അല്ലേ. നമ്മൾക്ക് ചിലപ്പോഴൊക്കെ മനസ്സിലാകും ചില പ്രകൃതിക്ഷോഭങ്ങൾ അല്ലേ, അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ആകാശശക്തികൾ, ആകാശത്ത് നിന്ന് വരുന്ന ചില നമ്മൾക്ക് വരുന്ന പ്രതികൂലങ്ങൾ അല്ലേ, ഇതിൻ്റെയൊക്കെ പിന്നിൽ വ്യാപരിക്കുന്ന ഈ ദുഷ്ടശക്തികളുണ്ട്. അപ്പോൾ അതിനോടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെയൊക്കെ കണ്ട് നമ്മൾ ഉണരുക തന്നെ വേണം എന്നുള്ളതാണ് ഇതിനകത്ത് ഈ വചനത്തിലൂടെ നമ്മളോട് പറഞ്ഞു വെക്കുന്നതൊക്കെ. ഈ ലോകത്തിൻ്റെ ലോകാധിപതികളല്ലേ, ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപതികളുണ്ടല്ലേ, ചില വാഴ്ചകളുണ്ട്, ചില അധികാരങ്ങളുണ്ട്. അപ്പോൾ ഈ വാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ചിലതങ്ങ് വാഴുവാണ്. ചിലയിടത്ത് നമ്മൾക്കറിയാം, ഈ ഭൂമിയിൽ പിശാച് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇത് എൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ കർത്താവിൻ്റെ മുൻപിലോട്ട് ആരാ ചെന്നത്, ഈ പിശാച് ചെന്നിട്ട് എന്താ പറഞ്ഞത്, ഇത് എൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ചെന്നത്. പക്ഷേ അവൻ്റെതാണോ, അത് അവൻ്റെതല്ല. ഈ ലോകം സൃഷ്ടിച്ചത് ആരാണ്, നമ്മളുടെ കർത്താവ് സൃഷ്ടിച്ചതല്ലേ. അത്
സൃഷ്ടിച്ചവൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുവാണ് എന്ത് ഇത് എൻ്റെതാണ്. അതാണ് ഈ വാഴ്ച എന്ന് പറയുന്നത്. ഓക്കെ, അവൻ്റെതല്ലാഞ്ഞിട്ടും കൂടെ ചിലതങ്ങ് വാഴുവാണ്, എന്നതാണെന്ന് പറഞ്ഞ് വാഴുക അല്ലേ. അപ്പോൾ നമ്മൾക്കറിയാം ചില വീടുകളിൽ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ വല്ലാത്ത പ്രശ്നങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അവിടെയൊക്കെ എന്താണ്, അവിടെയൊക്കെ വാഴുന്ന ഒരു ഇരുട്ടിൻ്റെ വ്യാപാരമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക. ഓക്കെ, ചില സ്ഥലങ്ങളിൽ നമ്മൾക്ക് താമസിക്കാൻ പറ്റാതെ വരും, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രത്യേകതരം പോരുകൾ, അല്ലെങ്കിൽ ചില വീടുകളിൽ നിന്ന് ഉയരുന്ന പോരുകൾ ഇതൊക്കെയുണ്ട്. അതൊക്കെ അവിടെയൊക്കെ നമ്മൾ എന്തറിഞ്ഞിരിക്കണം, അതിൻ്റെയൊക്കെ പിന്നിൽ വ്യാപരിക്കുന്ന വാഴ്ചകൾ. അപ്പോൾ ഈ വാഴ്ചകളെ എന്ത് ചെയ്യണം, അതിനെതിരെ ആയിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്ത് യുദ്ധം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്. അപ്പോൾ ഈ അധികാരങ്ങൾ എന്ന് പറയുമ്പോൾ പല വിധത്തിലുള്ള ഇന്നത്തെ ലോകത്തിൽ നമ്മൾ കാണുന്ന അധികാരങ്ങളുടെ പിന്നിൽ വ്യാപരിക്കുന്ന, അതായത് റോങ് ആയിട്ടുള്ള ഡിസിഷൻസുകൾ എടുക്കുന്നവരുണ്ട് അല്ലേ. അധികാര കേന്ദ്രങ്ങളിൽ ഇരുന്നിട്ടും റോങ് ഡിസിഷൻസുകൾ എടുത്ത് എന്താ പറയുക, ദൈവത്തിൻ്റെ മക്കളുടെ അല്ലെങ്കിൽ സാധാരണക്കാരുടെ നിരപരാധികളായ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ തകർക്കുന്ന ഒരു അധികാരങ്ങളിൽ വ്യാപരിക്കുന്ന ദുരാത്മാവുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ വ്യക്തികളോടല്ല ഫൈറ്റിന് പോകേണ്ടത്, അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദുരാത്മശക്തികളെ നമ്മൾ കണ്ടുണരണം അല്ലേ. നമ്മൾക്കറിയാം ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾക്ക് വളരെ വേദനാജനകമായൊരു ന്യൂസാണ് നമ്മൾ കേട്ടതല്ലേ. ഒരു സിസ്റ്റർ ഷീജ, പിന്നെ ഒരു പാപ്പച്ചൻ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ, ഇവർ 5 വർഷം കോടതി ശിക്ഷിച്ചിരിക്കുകയാണ്. അവർ ചെയ്ത തെറ്റെന്താ, അവരൊരു തെറ്റും ചെയ്തില്ലല്ലേ. അവരാകെ പറഞ്ഞത് അവരറിഞ്ഞിരിക്കുന്ന ആ സത്യസുവിശേഷം മറ്റുള്ളവരോടൊന്ന് പറഞ്ഞു, അവരൊന്ന് പങ്കുവെച്ചു അല്ലേ. ഏതെങ്കിലും എന്താ പറയുക, വിഷമത്തിൽ കിടക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിൽ കിടക്കുന്ന തകർന്നു പോകുന്ന ജീവിതങ്ങളോട് നിങ്ങൾ തകരണ്ട, നിങ്ങൾക്ക് തകരാതെ നിങ്ങളെ പുനരുദ്ധരിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ ദൈവത്തെ അവരെന്ത് ചെയ്തിരിക്കുകയാണ്, ആ ദൈവത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് അവർക്ക് എന്ത് പറ്റിയിരിക്കുന്നത്, അവരെ കുറ്റവാളികളായിട്ട് അവരെ ജയിലിൽ കൊണ്ട് പാർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓർക്കണം, അവർ ജയിലിൽ കിടക്കുന്നത് എവിടെയാണ് കിടക്കുന്നത് അല്ലേ, ഒറിജിനൽ കുറ്റവാളികളുടെ ഇടയ്ക്ക് കുറ്റം ചെയ്യാത്ത സത്യദൈവത്തെ ഉയർത്തി എന്നതിൻ്റെ പേരിൽ അവർ കിടക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് വ്യാപരിക്കുന്നത്, ഇതിൻ്റെയൊക്കെ പിന്നിൽ വ്യാപരിക്കുന്ന അധികാരമണ്ഡലമുണ്ട് ഉണ്ടല്ലേ. ആ അധികാരമണ്ഡലത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. അപ്പോൾ ആ പൈശാചിക ശക്തിയാണ് ഇങ്ങനത്തെ റോങ് ഡിസിഷനുകളൊക്കെ ഇവരെ കൊണ്ടൊക്കെ എടുപ്പിക്കുവാൻ ഇടയായി തീർന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അവരെന്ത് ചെയ്യുന്നത്, അവരൊക്കെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെയൊക്കെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദുഷ്ടവ്യാപാര ശക്തികളുണ്ടല്ലേ, ദൈവമക്കൾക്ക് എതിരായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സുവിശേഷം മറ്റുള്ളവരുടെ ഇടയിലേക്ക് എത്താതെ ഇരിക്കാൻ ഒരു ഭയത്തിൻ്റെ സ്പിരിറ്റിനെ കടത്തിവിടുകയാണ് അല്ലേ. ഇതൊക്കെ ഞാൻ മുൻപത്തെ എപ്പിസോഡിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയത്തെ ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് ഭയത്തിൻ്റെ സ്പിരിറ്റിനെ കടത്തി വിട്ടുകൊണ്ട് ഇങ്ങനെ വ്യാപരിക്കുന്ന സ്പിരിറ്റുകൾ അല്ലേ, ഇതിനെയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനോടൊക്കെ യുദ്ധം ചെയ്യണം. പിന്നെ അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്, സ്വർലോകങ്ങളിലും ഉണ്ട് ഈ ദുഷ്ടാത്മസേന, ഇത് അവിടെ നിന്നുകൊണ്ടും ഫൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ എല്ലാ വിധത്തിലും പൈശാചിക ശക്തികളും അവിടെയും ഇവിടെയൊക്കെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ കണ്ടറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫൈറ്റ് ചെയ്യണം. അപ്പോൾ ഫൈറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് വേണം എന്നുള്ളതൊക്കെ നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ചറിയുക, നമ്മൾക്ക് പോരാട്ടമുള്ളത് ആരോടല്ല, ജഡരക്തങ്ങളോടല്ല, വ്യക്തികളോടല്ല നമ്മൾക്ക് പോരാടേണ്ടത്. അതിൻ്റെയൊക്കെ പിന്നിൽ വ്യാപരിക്കുന്ന ആ ഒരു ദുഷ്ടവ്യാപാര ശക്തികളെ കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെതിരെ യുദ്ധം ചെയ്യണം. കാരണം വ്യക്തികളല്ല നമ്മൾക്ക് ശത്രുക്കൾ. ആരാണ് നമ്മൾക്ക് ശത്രുക്കൾ, പൈശാചിക മണ്ഡലമാണ് നമ്മൾക്ക് ശത്രുക്കൾ. ഓക്കെ, അപ്പോൾ ഈ വ്യക്തികളെ നമ്മൾക്ക് ശത്രുക്കളാക്കി മാറ്റുന്നത് ആരാണ്, ഈ പൈശാചിക മണ്ഡലമാണ്. അപ്പോൾ അതിനെതിരെ കണ്ടുണർന്ന് യുദ്ധം ചെയ്യുവാൻ ദൈവം നമ്മൾക്ക് കൃപ തരട്ടെ. എനിവേ, നമ്മൾക്ക് ആ ഒരു പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. കാരണം കഷ്ടമാണല്ലേ, നമ്മൾക്ക് അവർക്ക് ദൈവം അതിനുള്ള ശക്തി കൊടുക്കട്ടെ, അതിനുള്ള സമാധാനം അവർക്ക് കൊടുക്കട്ടെ. അത് പിടിച്ചു നൽകാൻ അദ്ദേഹത്തിന്, ആ പാസ്റ്ററിന് സുഖമില്ലാതെ ഹോസ്പിറ്റലൈസ്ഡൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ദൈവത്തിൻ്റെ കരം അവരോട് കൂടെ ഇരിക്കട്ടെ. അവർ തളർന്നു പോകാതിരിക്കാൻ, അവർ തകർന്നു പോകാതിരിക്കാൻ, അവരെ എവിടെ ആക്കിയിരിക്കുന്നു, ആ ഒരു പ്രിസണിനകത്താണ് അവർ കിടന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഹയർ അതോറിറ്റികളൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ആ ഒരു കരം അവിടെ ഉണ്ടാകണം അല്ലേ. വ്യക്തികളോട്, അധികാരങ്ങളിൽ ഇരിക്കുന്നവരോടൊക്കെ ആരിടപെടണം, അവരോടൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി അവരോട് ഇടപെടുവാൻ വേണ്ടി നമ്മൾക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ. നമ്മൾക്കിപ്പോൾ സേഫായിട്ടായിരിക്കുന്നതല്ലേ, നമ്മൾക്കിപ്പോൾ വിഷയങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ, അതാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എസ്തേറിനോട് മൊർദെഖായി പറഞ്ഞു, എന്താ, നീ ഇപ്പോൾ മിണ്ടാതിരുന്നാൽ രക്ഷകൻ രക്ഷിക്കുവാൻ ഇസ്രായേൽ ജനത്തിന്, അതായത് ദൈവത്തിൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ ദൈവം വേറെ ആളെ അയക്കും, പക്ഷേ നീ നിൻ്റെ പിതൃഭവനവും നശിച്ചു പോകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ മുൻപിൽ കാണുമ്പോൾ, ഇങ്ങനെയുള്ള ഒരു വിശേഷങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവർക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ കൂട്ട സഹോദരങ്ങളാണെന്ന് ഓർത്ത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാതിരുന്നാൽ നാളെ ഉണ്ടല്ലോ ഇതേപോലത്തെ വിഷയങ്ങൾ, ഒരു വിഷയങ്ങൾ നമ്മൾക്കെതിരെ കടന്നു വരുമ്പോൾ നമ്മളെ രക്ഷിക്കാനും മറ്റാരും ഉണ്ടാകത്തില്ല എന്നുള്ള കാര്യം നമ്മൾ
തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ പൈശാചിക മണ്ഡലം അത് സ്പ്രെഡ് ചെയ്യാതിരിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിനെതിരെ ശക്തമായി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളുടെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഓക്കെ, അപ്പോൾ ഈ പൈശാചിക മണ്ഡലത്തെ തകർക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. അത് നമ്മൾ മറക്കാതിരിക്കുക. അവരെയും നമ്മൾക്ക് ഓർക്കാം. ഇതുപോലെ വേദന അനുഭവിക്കുന്ന, ദൈവത്തിന് വേണ്ടി പീഡ അനുഭവിക്കുന്ന ഒരുപാട് പേരല്ലേ അവിടെയൊക്കെ ആ ഒരു കേരളത്തിന് വെളിയിലും ഇന്ത്യയിലും പല സ്ഥലങ്ങളിലുണ്ടല്ലേ, നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ദൈവം ഒരു സമാധാനവും വിടുതലും കൊടുക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ ഉണർവ് അവിടെയൊക്കെ സംഭവിക്കട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഷീജ സിസ്റ്ററും പാപ്പച്ചൻ പാസ്റ്ററും ഒക്കെ ഉണ്ട്. അവരായിരിക്കുന്ന പ്രിസണിൽ വലിയൊരു ഉണർവ്, ദൈവത്തിൻ്റെ വലിയൊരു ഉണർവ് ഉണ്ടാകട്ടെ. അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇവർക്ക് തോന്നണം, അയ്യോ ഇതുങ്ങളെ അകത്തിടണ്ടായിരുന്നു, ഇവരെ പുറത്ത് തന്നെ വിട്ടാൽ മതിയായിരുന്നു എന്നവർ പറയത്തക്കവണ്ണം വലിയൊരു അത്ഭുതം ആ ജയിലറകൾക്കുള്ളിൽ ദൈവം ചെയ്യട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ദൈവം അവരെ ശക്തമായി എടുത്തുപയോഗിക്കട്ടെ. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.